യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം മുതൽ ചില പ്രത്യേകതയുണ്ട്. ഇന്നു മുതൽ ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നമ്മൾ ഈ മാസം പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഫാസ്റ്റിംഗ് എടുത്ത് 30-ാം തീയതി വരെ പ്രാർത്ഥിക്കുവാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ. എന്തിനെന്നറിയാമോ? നല്ല തുടക്കങ്ങൾ ഉണ്ടാകുവാൻ. നല്ല തുടക്കങ്ങൾ ദൈവാനുഗ്രഹമാണ്. നല്ല തുടക്കം, ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല തുടക്കം, അഭിഷേകത്തോടെയുള്ള നല്ല തുടക്കം. നല്ല തുടക്കം വലിയൊരു വിജയത്തിൻ്റെ ആദ്യപടിയാണ്. നല്ല തുടക്കങ്ങളാണ് പലർക്കും ഇല്ലാതെ പോയത്. അത് അനുഗ്രഹത്തോടെയുള്ള നല്ല തുടക്കം. ഇന്ന് മുതൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഇന്ന് ലൈവായി പങ്കെടുക്കുന്നവരെ, ഈ വചനം കേൾക്കുന്നവരെ, ഈ അനുഗ്രഹീതമായ ആലയത്തിൽ തീർത്ഥാടനം പോലെ വന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, കൽക്കുരിശിൽ എഴുതി വച്ച നിയോഗം വെച്ചവരെ, നിയോഗം പ്രാർത്ഥനയിൽ കൊടുത്തവരെ സമർപ്പിച്ച് ഏൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ ദൈവവചനത്തിലൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജോഷുവയുടെ പുസ്തകം 3:13. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കു നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്തേക്കാം. സാധ്യതയുണ്ട്, ചിലപ്പോൾ നടന്നേക്കാം എന്നല്ല, കൃത്യതയോടെയുള്ളൊരു വാക്കാണ്. ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. ചിറ കെട്ടാതെ എങ്ങനെയാണ് ചിറ കെട്ടിയതുപോലെ വെള്ളം നിൽക്കുക? ചിറ കെട്ടിയാലല്ലേ ചിറ കെട്ടിയതുപോലെ വെള്ളം നിൽക്കുകയുള്ളൂ. ചിറ കെട്ടാതെ അതൊരത്ഭുതമാണ്. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ്. നമ്മളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം, ഈ വചനവും പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഥലത്തെ സിറ്റുവേഷൻ ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന സമയമാണ്. അങ്ങോട്ട് കടക്കാൻ ഒരു മാർഗവും ഇല്ല, ഒരു വഴിയില്ല. അപ്പോഴാണ് ഈ മാർഗം കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ പെട്ടകം, കർത്താവിൻ്റെ പേടകം വഹിക്കുക, എന്നിട്ട് അവർ മുന്നിൽ പോകുക. ആ ദൈവത്തിൻ്റെ പേടകം വഹിക്കുന്നവരുടെ ഉള്ളംകാല് ജലത്തെ സ്പർശിക്കുമ്പോൾ ഒഴുക്ക് നിലയ്ക്കും. ദൈവത്തിൻ്റെ പേടകമല്ല ഇന്ന് വഹിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം, ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനമാ ഞാനും നിങ്ങളും വഹിക്കുന്നത്. കാര്യങ്ങൾക്ക്, അവസ്ഥകൾക്ക് വലിയ മാറ്റം ഉണ്ടാവും. അവർ തോളത്താണ് വഹിച്ചത്. നമ്മൾ ഈ വചനം ഹൃദയത്തിലാണ് വഹിക്കുന്നത്. ഹൃദയത്തിലാണ് വഹിക്കുന്നത്. തോളത്ത് വഹിച്ചപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇന്ന് നിങ്ങൾ ചില കാര്യങ്ങളെ കണ്ട് ഭയപ്പെടുവല്ലേ? ജോർദാൻ കര കവിഞ്ഞ് കലങ്ങി കുത്തി ഒഴുകുന്നത് കണ്ടവർ ഭയപ്പെട്ടു. ഇതുപോലെ പലതും കണ്ടും കേട്ടുമൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒരു ഭയപ്പാടുണ്ട്, എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട്, എന്തൊക്കെയോ ഒരു വേവലാതി, ഒരു വ്യഗ്രതയുണ്ട്. സാരമില്ല. ഈ കേൾക്കുന്ന വചനം തോളത്ത് വഹിക്കുന്നവരല്ല നമ്മൾ. ഈ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ വഹിക്കുന്നവരാണ്. നമ്മുടെ കാലുകൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലം, വീട്, നമ്മൾ മുന്നോട്ട് പോകാനുള്ള വഴികൾ ദൈവം തെളിച്ചു തരാൻ തുടങ്ങുവാണ്. എന്നിട്ട് ഇനി വല്ല മാറ്റമുണ്ടായോ? അതാണ് 15-ാമത്തെ വാക്യം. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്ത് വന്നു.
പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ കാലുകൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുക പതിവായിരുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ ഒഴുക്കു നിലച്ചു. സാരെഥാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. ലക്ഷ്യസ്ഥാനത്ത് അവരെത്താൻ തുടങ്ങി. എപ്പോഴെന്നറിയാമോ? നിയോഗമുള്ള ചിലർ ആ വാഗ്ദാന പേടകം, ദൈവത്തിൻ്റെ പേടകമെടുത്ത് അവിടെ നിൽക്കാൻ തയ്യാറായത്, നടക്കാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അന്നത്തെ കാലത്തെ ആളുകൾക്ക് ചിന്തിച്ചുകൂടായിരുന്നു, പിന്നെ പുഴ ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുമ്പം പേടകവും ചുമന്നുകൊണ്ട് നടക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ, നീ അതിൻ്റെയും കൂടി ഒരു കുഴപ്പമേ ഉള്ളൂ എന്നൊന്നും അല്ല അവർ പറഞ്ഞത്. നമ്മളാണെ പറയില്ലേ, ഇനി അതൊക്കെ വരുന്നത് വരട്ടെ, പിന്നെ വെള്ളം ഒഴുകുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ മുമ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു എന്നിരിക്കട്ടെ. എന്തിനെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം തോളിൽ വഹിക്കുവല്ല, ഹൃദയത്തിൽ വഹിക്കുവാണ്. അതും ചില നിയോഗത്തോടെ. ഈ പുരോഹിതന്മാരെ പോലെ മുന്നിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. മുന്നിൽ നിന്ന് ഒരു തലമുറയെ ലക്ഷ്യസ്ഥാനത്തെത്താൻ, ഈ ഒഴുക്കിൽ പെട്ടുപോകാതിരിക്കാൻ പല ഒഴുക്കുകളുണ്ട്. നമ്മുടെ നല്ല ജീവിതം ഒഴുക്കിക്കളയുന്ന ഒഴുക്കുണ്ട്, നമ്മുടെ പിള്ളേരുടെ നല്ല ഭാവിയെ ഒഴുക്കിക്കളയുന്ന ഒഴുക്കുണ്ട്, അവരുടെ സ്വഭാവത്തെ, നന്മയെ, അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ഒഴുക്കിക്കളയുന്ന പല ഒഴുക്കും കൺമുമ്പിൽ കൂടെ കുത്തി ഒഴുകുന്നുണ്ട്. അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മളെപ്പോലെയുള്ള ചിലർ ത്യാഗത്തോടെ, ഉപവാസം എടുത്തും പ്രാർത്ഥനയോടെയും ദൈവത്തിൻ്റെ വചനത്തെ തോളിലല്ല ഹൃദയത്തിൽ വഹിച്ച് മുന്നിൽ നിൽക്കണം. അപ്പോൾ ചില ഒഴുക്കുകൾ അവിടെ നിൽക്കും, അവിടെ വഴികൾ തുറക്കാൻ തുടങ്ങും. അവർക്ക് പഠിക്കാനുള്ള വഴികൾ, ലക്ഷ്യത്തിലെത്താനുള്ള വഴികൾ, നല്ല ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ, നല്ല പ്രായത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ തന്നെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ ദൈവം കൺമുമ്പിൽ തുറന്നു കൊടുക്കും. അന്നും വെറുതെയാണെന്ന് ചിന്തിക്കണ്ട, പ്രാർത്ഥിക്കാം. കർത്താവേ, ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്നത് പോലെ, അത് കണ്ട് അവർ ഭയപ്പെട്ടതുപോലെ, ഇനി എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ചതുപോലെ, പലതും കണ്ടും കേട്ടും മനസ്സും അടുത്തും വിഷമിച്ചും വേദനിച്ചും ഇരിക്കുന്നവരാണ് ഞങ്ങൾ പലരും. പക്ഷെ ഞങ്ങൾ ഇന്നു മുതൽ ഉപവാസത്തോടെയാണ്. ഒരു ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒരു ത്യാഗത്തോടെ, ഒരു ഫാസ്റ്റിംഗായി എടുത്ത് ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കുവാണ് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും 30-ാം തീയതി വരെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത് നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ. ഈ ആലയത്തിൽ ഇന്നു വരെ വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന ഓരോ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം വന്നവരെ പോലും ഞങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കുന്നു. ഈ മണ്ണിൽ ചവിട്ടിയവരെ, കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചവരെ, നിയോഗ പ്രാർത്ഥനയ്ക്ക് നിയോഗം കൊടുത്തവരെ, നിയോഗത്തിരി കത്തിച്ചു വച്ചവരെ, പ്രാർത്ഥിക്കുന്നവരെ, നിയോഗ കൊന്ത ചെല്ലുന്നവരെ, 33 പ്രാവശ്യം പ്രാർത്ഥന ചെല്ലുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച രാവിലെ 8:15 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമാണ്. ആ സമയത്ത് നിയോഗം സമർപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ജോർദാൻ നദി കുത്തി ഒഴുകുമ്പം അതൊന്നും അങ്ങനെ നിൽക്കുമെന്ന്, ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരു കുഞ്ഞ് വിചാരിച്ചില്ല. അവിടെ വാഗ്ദാന പേടകം എടുത്ത് ആ കാൽപാദം ആ വെള്ളത്തിൻ്റെ പാദത്തിൽ, ആ വെള്ളത്തിൽ ഉറപ്പിച്ച് നിൽക്കാൻ മനസ്സ് കാണിച്ച കുറച്ച് പുരോഹിതന്മാരുണ്ട്. ഇതുപോലെ കർത്താവെ, അങ്ങയുടെ നിയോഗത്തിൽ നിൽക്കുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ മാറാൻ, ഈ പ്രതിസന്ധി മാറാൻ, ഈ വഴി തുറക്കാൻ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ, പല നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല ആവശ്യങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തുമാകട്ടെ, അതിന്മേൽ ദൈവം ഇടപെടുന്ന ഒരു അനുഭവം ഉണ്ടാവും, ദൈവം തൊടുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഒരനുഗ്രഹം ഉണ്ടാകാതിരിക്കില്ല. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പത്താത്ത മരണത്തിൽ നിന്നും,
ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും അങ്ങ് അറിഞ്ഞു നൽകണമേ. അനുഗ്രഹമുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. സമാധാനം നൽകണമേ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണാം. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇന്നു മുതൽ ഫാസ്റ്റിംഗ് ആണ്. ദിവസത്തിലെ ഒരു നേരം ഭക്ഷണം ഞാൻ ഒഴിവാക്കി ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹമാകാൻ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 30-ാം തീയതി വരെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസവും നല്ലൊരാഴ്ചയൊക്കെ ആശംസിക്കുന്നു. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളെങ്കിൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.